ഏറ്റവും പുതിയ ആണവ കരാർ നിർദ്ദേശം യുഎസ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുന്നോട്ട് വെച്ചത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെയും യുഎസ് പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫുമായി നടത്തിയ ചർച്ചകളിലാണ് അമേരിക്ക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. 5 റൗണ്ട് ചർച്ചകളാണ് ഇതുവരെ യുഎസും ഇറാനും തമ്മിൽ ഒമാനിൽ വെച്ച് നടന്നത്. ഇതിൽ ഇറാൻ 3% നിലവാരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിലനിർത്തുക, ഇറാനിലെ ഭൂഗർഭ പ്ലാന്റുകൾ താൽക്കാലികമായി അടച്ചുപൂട്ടുക, പുതിയ സെൻട്രിഫ്യൂജുകളുടെ ഗവേഷണം നിർത്തണം, അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണം നിർബന്ധമാക്കും, ഇറാനും അമേരിക്കയും സൗദി അറേബ്യയും ഖത്തറും തുർക്കിയും ഉൾപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ആണവ സംഘം രൂപീകരിക്കും. ഈ 5 നിർദ്ദേശങ്ങളാണ് യുഎസ് ഇറാന് മുന്നിൽ വെച്ചത്. ഈ നിർദ്ദേശങ്ങളാണിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തള്ളിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ വെളിപ്പെടുത്തലിൽ ഇറാൻ 3 സ്ഥലങ്ങളിൽ രഹസ്യ ആണവ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ നിന്നും IAEA വിലയിരുത്തുന്നത് ഇറാന്റെ 60% യുറേനിയം സ്റ്റോക്ക് ഇപ്പോൾ 408.6 കിലോഗ്രാം ആയിട്ടുണ്ടെന്നും 9 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇവ ധാരാളമെന്നുമാണ്. ഇറാൻ യുഎസിന്റെ പുതിയ ആണവ നിർദ്ദേശം തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ സൈനിക നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ നിരന്തരം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.